ചെമ്പരിപ്പ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തും അതുപോലെ ദേവും കൂടി ചേർന്നിട്ട് സംസാരിക്കുന്ന രീതിയെല്ലാം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അത് പുതിയ അർത്ഥത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ദേവുവിനെ തരം താഴ്ത്തുക എന്നുള്ള രീതിയിൽ വർഷയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ വർഷയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ എല്ലാവരുടെ മുമ്പിലിട്ട് പൊളിച്ചടക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശരത്ത് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് രാത്രി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആന്റണിയെ കണ്ട ഉടനെ തന്നെ ശരത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഞാൻ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ആന്റണി പറയുന്നത്, അതൊക്കെ വിടടാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ കൈയെല്ലാം ശരിയായതിനു ശേഷം മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നത്, അതൊന്നും കുഴപ്പമില്ല ആന്റണി ചേട്ടാ, എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ആന്റണി ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് കേട്ടോ ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കും ഒരു ഗ്ലാസ് ഒഴിക്കാൻ വേണ്ടി പറയുമ്പോൾ, എന്താടാ കുടിച്ചിട്ട് നീ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണോ, വീട്ടിൽ അമ്മയും അനിയത്തിയൊക്കെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മ കടയിൽ നിന്ന് വന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി കാണും, ദേവു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ ദേവു നിന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്? അവിടെ അവരുടെ അമ്മായിമ്മ ഭയങ്കരമായിട്ട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആന്റണി ആണെന്നുണ്ടെങ്കിൽ മദ്യം ഒഴിച്ചിട്ട് അപ്പോഴേക്കും ശരത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്, ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ചേച്ചിക്ക് 500 മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയണേ. 500 മാലയുടെ ഓർഡറോ, അതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അത് സച്ചേട്ടൻ പിടിച്ചു കൊടുത്തതാണ്. ഏതോ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളെ 250 ആൾക്കാർക്ക് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഓർഡർ സച്ചേട്ടനാണ് പിടിച്ചതെന്നുള്ള കാര്യം പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആന്റണി പറയുന്നുണ്ട്, ഞാൻ കണ്ടതാണ് ആ പോസ്റ്റർ. അപ്പോ ആ ഓർഡർ നിന്റെ ചേച്ചിക്കാണല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആന്റണി ഈ കാര്യം അറിയുന്നതോട് കൂടിയിട്ട്, എടാ നീ കുടിക്ക്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് കൂടുതലുള്ള 2 ചെക്കന്മാരെയും കൂടി കൂട്ടി നമ്മുടെ ആന്റണി ആണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറി എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കേട്ടില്ലേ, സച്ചിക്ക് 500 മാലയുടെ ഓർഡറാണ് കിട്ടിയത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും 1 ലക്ഷം രൂപയുടെ മേലെ അവർക്ക് ലാഭം കിട്ടും. അവന് എന്നടിച്ചതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാരണം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ കൃത്യമായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ വന്ന് ചാടിയിട്ടുണ്ട്. എന്താ ആന്റണി ചേട്ടാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത്, ആ 500 മാല നാളെ മണ്ഡപത്തിലെത്താൻ പാടില്ല. ആ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് ഞാനും നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അയാൾക്ക് നല്ല പിടിപാടുണ്ട്. അതുമാത്രമല്ല അയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ്. അവരെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചുമ്മാതിരിക്കില്ല. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നു ചേരുന്ന സമയത്ത് മാല മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തില് ആ സ്ഥാനാർത്ഥിക്കാണ് അപമാനമാവാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സച്ചിയുടെ കൈയും കാലും അവര് തന്നെ അടിച്ചോടിച്ചോളൂ. ഇപ്പൊ പോയിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, വേണ്ട, നാളെ രാവിലെ അവര് മാല വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളുമായി ചെന്നിട്ട് ആ വണ്ടിക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് വണ്ടിയുമായിട്ട് മുങ്ങാൻ വേണ്ടി പറയണേ. പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള കാര്യം കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ആന്റണി പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മുടെ ആളുകളെ ആരും അയക്കരുത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് പുതിയ ആൾക്കാരെ ഇറക്കണം എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ എല്ലാത്തിനും ഓക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണേ. പക്ഷേ ഈ കാര്യമൊന്നും നമ്മുടെ ശരത്ത് അറിയുന്നില്ല കേട്ടോ. തുടർന്ന് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്നിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി ഇങ്ങനെ എണ്ണുന്നുണ്ട് കേട്ടോ. അച്ഛ എല്ലാം കൂടി ചേർന്നിട്ട് എത്രയായി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവിയുടെ അടുത്ത്. ഇവിടെ ഉള്ളതും റൂമിലുള്ളതും എല്ലാം കൂടി ചേർത്തിട്ട് 358 മാലകളായി എന്നുള്ള കാര്യം പറയണേ. അപ്പോൾ ഇനിയും 152 മാലയും കൂടി കെട്ടണം അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സച്ചി ചോദിക്കുന്നത്. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് കേട്ടോ സച്ചി. എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മാല കെട്ടിയാൽ പോരെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും രവീൻ്റെ അടുത്ത് നമ്മുടെ ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്ന് പറയുന്നത്, ഒറ്റയടിക്ക് അത് കെട്ടി തീരുവാണെന്നുണ്ടെങ്കിൽ തീരട്ടെ, ഇല്ലെങ്കിൽ പിന്നെ ടൈം ലേറ്റ് ആവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ കുടയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട വർഷ ചോദിക്കുന്നുണ്ട്, അല്ല രവി ചേച്ചി, നിങ്ങൾക്ക് ആർക്കും കൈ കുഴയുന്നില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതൊക്കെ വർഷേ ഇപ്പൊ ശീലമായി എന്നുള്ള കാര്യം പറയണേ. ഇപ്പൊ അത്ര വേദനയൊന്നും തോന്നില്ല, പക്ഷെ നാളെ രാവിലെ ആകുമ്പോൾ നല്ല സുഖം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനെന്താ കുഴപ്പം, രാവിലെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ചേച്ചി ഇവിടെ ഇല്ലേ, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ എല്ലാവർക്കും ഒന്ന് മസാജ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുവാണേ. തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ല ഞാൻ എന്താ നടക്കുന്ന വഴി
കയ്യിലൊക്കെ മസാജ് സെന്റർ ആയിട്ടാണ് നടക്കുന്നത്. ഇവർക്കെല്ലാം വേണ്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പോയി കിടന്നുറങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെങ്ങനെയാ പറ്റുക? ഇവരെല്ലാവരും നമ്മുടെ റൂമിന് മുമ്പിലല്ലേ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ടയർഡ്നെസ് തോന്നുന്നു എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ അത് പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഇരിപ്പ് ഇരുന്നിട്ട് നടുവൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് ഭാമ പറയാണ്. ശ്രുതി കുറച്ചു നേരം എൻ്റെ മുതുകൊന്ന് മസാജ് ചെയ്തതാ എന്ന് പറയണേ. അല്ല ഭാമേ, നിനക്ക് എൻ്റെ മരുമകളെ കിട്ടുള്ളൂ നിന്റെ മുതുക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട ഭാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം. എന്നെ മസാജ് ചെയ്യാൻ വേണ്ടി വന്നത് കൊണ്ടാണല്ലോ നിനക്ക് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത്. ഇപ്പോഴവർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? ശരി ചന്ദ്രേ, ഞാൻ നിന്റെ ഒരു മരുമകളെടുത്ത് ഒന്നും പറഞ്ഞില്ല. പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഉറക്കം വരും എന്നുള്ള കാര്യം മറ്റൊരു ചേച്ചി പറയാണേ. അത് കേൾക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ ഈ ദീപാവലിക്കും പൊങ്കലിനൊക്കെ രാത്രി ഉറക്കൊഴിഞ്ഞുകൊണ്ട് പൂ കെട്ടാറില്ലേ, ആ സമയത്ത് നമ്മളൊരു ഗെയിം കളിക്കാറില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്ത് ഗെയിമെന്ന് കേട്ട ഉടനെ തന്നെ വർഷ ചോദിക്കുമ്പോൾ പാട്ട് പെട്ടി അന്താക്ഷരി പോലെയാണെന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണേ. അതേ എന്ന് ദേവു. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പൂക്കളെ കുറിച്ചുള്ള ഗാനങ്ങൾ മാത്രമേ നമ്മൾ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് കളിക്കുക എന്ന് വർഷ പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ അവാർഡ് കൊടുക്കുന്ന വല്ല കോമ്പറ്റീഷനും നടക്കുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് വരെ കളിക്കാൻ വേണ്ടി പറയല്ലോ. അങ്ങനെയാണെങ്കിൽ ആന്റി ഒന്ന് കളിച്ചോളൂ എന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സച്ചി, ദേവു അങ്ങനെ അമ്മ ആടി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകേണ്ടി വരും. നിങ്ങളെന്താ പാട്ട് പാടുന്ന കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്, അത് തുടങ്ങാൻ വേണ്ടി പറയാണ് കേട്ടോ സച്ചി. രേവതി ചേച്ചി ആദ്യം തുടങ്ങുമെന്ന് പറയുമ്പോൾ ഒന്ന് പോ ദേവു ഓടുന്നെന്ന് പറയണേ. രേവതി എന്ന വർഷ രേവതിയുടെ അടുത്ത് നിർബന്ധിച്ച് പാട്ട് പാടാൻ വേണ്ടി പറയുന്നുണ്ട്. ചേച്ചിക്ക് നന്നായിട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് രേവതിയുടെ അടുത്ത് പാടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് രേവതി നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്. രേവതി പാടുന്ന സമയത്ത് സച്ചി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് വർഷ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. രേവതി പാടി കഴിയുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ചേച്ചി ചോദിക്കുന്നത്, സച്ചി ഞങ്ങളുടെ രേവതി പാടിയ സമയത്ത് നീ നന്നായിട്ട് ആസ്വദിച്ച് മയങ്ങി പോയെന്ന് തോന്നുന്നല്ലോ. ഇനി സച്ചി നിന്റെ ഊഴാന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റൊമാൻറ്റിക് സോങ് പാടുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. സച്ചിയുടെ പാട്ട് കഴിയുമ്പോൾ രേവതി നിന്റെ ഭർത്താവ് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല ക്ലാപ്പിംഗ് ആണേ. അത് കഴിഞ്ഞ് നമ്മുടെ ഭാമയെ പാടുന്നത്. ഭാമയുടെ പാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രീകാന്ത് പാടുകയാണ് കേട്ടോ. ശ്രീകാന്ത് പാടുന്നതിൻ്റെ ഇടയ്ക്ക് വർഷയെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്ന് പാട്ട് പാടുകയാണ്. ചേച്ചിമാരത് കഴിഞ്ഞിട്ട് അടുത്തൂടെ വരുന്നത് രവിക്കാണ്. രവി പാടി കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് പാടാൻ വേണ്ടി പറയുമ്പോൾ അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല എന്ന് പറയാണേ. അമ്മയ്ക്ക് പാടാൻ അറിയില്ല, തെറി വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഒച്ചയെടുക്കാൻ വേണ്ടി പറ്റും. പാടാൻ പറഞ്ഞാൽ എങ്ങനെ പാടുമെന്നാണോ നീ ചോദിക്കുന്നത്? കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഇവള് നന്നായിട്ട് പാടുമായിരുന്നു രവി. ഓ അങ്ങനെയാണോ ആന്റി? എന്നിട്ടാണോ ആന്റി പാടാതിരിക്കുന്നത്? പാടുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് വർഷം. അങ്ങനെ ചന്ദ്രമതിയും പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാട്ട് പാടലൊക്കെ അവസാനിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി എല്ലാവരോടുമായിട്ട് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല സൂപ്പറായിട്ട് പൂ കിട്ടുന്നുണ്ട്. ഇങ്ങനെ തന്നെ പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തീർക്കാം എന്നേ. അപ്പോഴേക്കും ഭാമ കരയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കുകയാണെ എന്തു പറ്റി ആന്റി, ആന്റി ടയേർഡാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അല്ല ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭാമ അവിടുന്ന് എണീക്കുകയാണ്. പോകുന്ന സമയത്ത് ചന്ദ്രൻ നീയും കൂടി വാ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടാണ് പോകുന്നത്. നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ രണ്ടുപേരും കൂടി പോകുന്നത്. അടുക്കളയിൽ എത്തിയ ഉടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത് നിന്റെ അടുത്ത് വന്നിട്ട് ഈ കൂത്ത് കാണാൻ വേണ്ടി പറഞ്ഞിട്ട് നീയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി ചേർന്നിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണോ? ചന്ദ്രേ നീ ഭയങ്കര ഭാഗ്യവതിയാണ്. എന്താ നീ അങ്ങനെ പറഞ്ഞത്? എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പൂ കെട്ടുന്നത് കണ്ടിട്ടാണോ? നമ്മൾ കെട്ടിയ പൂവൊക്കെ ആരുടെ കഴുത്തിലേക്ക് പോവാന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ കെട്ടുന്ന സമയത്ത് അത്രയും സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആ രേവതിയുടെ കൂടെ ജോലിക്ക് ചേർന്നോളാൻ വേണ്ടി പറയാണ് ചന്ദ്രേ നിന്റെ കുടുംബത്തിലെ എല്ലാവരും ഒന്നായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണ് തോന്നുന്നതെന്നറിയാതെ കാണുമ്പോൾ. എന്തായാലും നീ വിളിച്ചത് നന്നായി എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. നിന്നെ വിളിച്ച് എന്നെ വേണം പറയാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോകുന്നത്. ഭാമ പറയുന്നതും ഭാമയുടെ സങ്കടമൊന്നും ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ല കേട്ടോ. തുടർന്ന് സച്ചിയുടെ ഫോണിലേക്ക് ആ ഓർഡർ കൊടുത്തിരിക്കുന്ന ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം വിളിക്കാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായി സച്ചി, മാലയെല്ലാം കെട്ടിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാ നന്നായിട്ട് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്, പകുതിയിലേറെ കെട്ടിക്കഴിഞ്ഞു എന്ന് പറയാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ എൻ്റെ വൈഫിൻ്റെ കൂടെ ഒരു വലിയ ടീം തന്നെയാണ് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത്. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ദേവ് രേവതിയുടെ അടുത്ത് പറയാണ്, കണ്ടില്ലേ സച്ചേട്ടൻ ചേച്ചിയെ പുകഴ്ത്തി പറയുന്നത്? എന്നെ പുകഴ്ത്തി പറയാതെ പിന്നെ സച്ചേട്ടൻ വേറെ ആരെ കുറിച്ച് പുകഴ്ത്തി പറയാനെന്ന് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്.
നിന്നെക്കുറിച്ച് സച്ചി ഞാൻ നന്നായിട്ട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് മാല എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതിൽ കൂടുതൽ പണം നിനക്ക് കിട്ടുന്ന സച്ചിയുടെ അടുത്ത് പറയാണ്. അതൊന്നും വേണ്ട ബ്രോ, പറഞ്ഞ കാശ് തന്നാൽ മതി. പണിയെല്ലാം കഴിഞ്ഞിട്ട് മാല രാവിലെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചു തരാം. ശരി, ടൈമിന് തന്നെ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ സച്ചി. അങ്ങനെ ആരും ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ. ചന്ദ്രമതിയും ശ്രുതിയും ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ്. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അമ്മ ഈ മാലയൊക്കെ കെട്ടി തീരുമോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് എവിടെ കെട്ടി തീരാനാണ്, വെറുതെ നമ്മുടെ ഉറക്കം കളയോ, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരും കൂടി വട്ടം കൂടി അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും നിങ്ങൾ 2 പേരും കൂടി പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും. അതുപോലെ തന്നെ വർഷേ, നീ എന്താ നോക്കിയിരിക്കുന്നത്, നിങ്ങൾ 2 പേരും പോയി കിടന്നുറങ്ങാൻ നോക്കുക എന്ന് പറയുമ്പോൾ ഉറങ്ങാലോ ആന്റി, ഇവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിച്ച് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു കമ്പനി കൊടുക്കുന്നത് പോലെയല്ലേ, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുകയാണ്. ജോലി കഴിയുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി, ഇവരൊന്നും ഇന്ന് പണി തീർക്കൊന്നും തോന്നുന്നില്ല, ഇത്രയും ചെയ്തു തന്നെ വലിയ കാര്യമാണ്, 500 മാലയൊന്നും ഒരിക്കലും കെട്ടാൻ പറ്റില്ല അവർക്ക്. കേട്ടില്ലേ അച്ഛ, അമ്മ എന്ത് രീതിയിലാണ് തരം താഴ്ത്തുന്ന രീതി സംസാരിക്കുന്നതെന്ന്. ചന്ദ്രൻ, എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നതല്ലേ, പിന്നെ എന്തിനാ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ നീ സംസാരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞു എന്നാണ്, വലിയ വലിയ പൂക്കട നടത്തുന്ന ആൾക്കാർ തന്നെ 500 മാല ഒരു ദിവസം കെട്ടുന്നത് കഷ്ടമാണ്. അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ശ്രുതിയും പറയുന്നുണ്ട്. അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇത്രയും പേര് മാല കെട്ടി തീർക്കുന്ന സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പറഞ്ഞ സമയത്തൊന്നും തീർക്കാൻ പറ്റില്ല. പിന്നെ വലിയൊരു കാൽക്കുലേറ്റർ വന്നിരിക്കുന്നു, നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോളാന്ന് ചോദിക്കണേ സച്ചി. തുടർന്ന് വർഷ പറയുന്നുണ്ട്, എന്തിനാ ആന്റി എല്ലാവരും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്, ഈ സമയത്ത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് എന്തായാലും എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കും. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, വർഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്തു തീർക്കും. ചന്ദ്രേ, നീ ഒന്നും മിണ്ടാതിരുന്നാൽ തന്നെ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങ്, വെറുതെ ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാതെ. അങ്ങനെ അവര് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ പുറത്തുനിന്ന് ഇങ്ങനെ മണിയടി കേൾക്കുന്നത്. എന്താ ശബ്ദം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഗുൽഫി വണ്ടിയുടെ എന്നുള്ള കാര്യം ദേവ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും മേടിച്ചുകൊണ്ട് വന്നാലോ എന്ന് ചോദിച്ചും കൊണ്ട് സുധിയെയും കൂട്ടിയിട്ട് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ചേർന്ന് കുൽഫി മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സുധിയെ വിളിക്കുമ്പോഴേക്കും എല്ലാത്തിനും എന്തിനാ എന്നെ വിളിക്കുന്നത്, ഇത്രയും പേർക്കുള്ള കുൽഫി മേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് എടുത്തോണ്ട് വരിക. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട് കേട്ടോ, സുധി ചെല്ല് എന്ന്. അങ്ങനെ വാല് പോലെ പോവാണ് കേട്ടോ സുധി. കുൽഫി മേടിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ഈ സമയത്ത് കുൽഫി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷം പിടിക്കില്ലേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണേ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടേന്നുള്ള കാര്യം ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നില്ലേ, ചുമ്മാ വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. രേവതിയുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി ദേവു പറയുന്ന സമയത്ത് വേണ്ട ദേവു നീ തന്നെ കഴിച്ചോ, ചേച്ചി 2 ഞാൻ എങ്ങനെ കഴിക്കാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദേവു സമയമില്ല, മാല കെട്ടിയിട്ട് കഴിയണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. മോളെ അതൊന്ന് കഴിച്ചതിന് ശേഷം മാല കെട്ടാ എന്ന് രവി പറയാണ്. വേണ്ട അച്ഛ, 2 കൈ കൊണ്ട് ഒരുപോലെ ജോലി ചെയ്താൽ മാത്രമേ പെട്ടെന്ന് കെട്ടാൻ വേണ്ടി പറ്റൂ. അതിനിടയ്ക്ക് ചേച്ചിമാര് പറയുന്നുണ്ട് കേട്ടോ, അതിനെന്താ സച്ചിയുടെ കൈ ചുമ്മാ ഇരിക്കല്ലേ, അല്ല എന്റെ കൈ ചുമ്മാ ഇരിക്കുന്നല്ല, ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറയാണേ. അതിന് മറ്റേ കൈ ഫ്രീ ആയിട്ടിരിക്കല്ലേ, അങ്ങ് അവൾക്ക് ഊട്ടിക്കൊടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അയ്യോ ചുമ്മാ എനിക്ക് സച്ചിക്ക് നാണം വരും എന്നുള്ള കാര്യം മറ്റൊരു ചേച്ചി പറയുമ്പോൾ എനിക്കെന്ത് നാണം വരാനാ, അതിങ്ങോട്ട് തായെന്ന് പറഞ്ഞിട്ട് സച്ചി നമ്മുടെ രേവതിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കുൽഫി. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് രേവതിക്ക് കൊടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ശ്രുതിക്ക് ചെറിയ കുശുമ്പ് വരുന്നുണ്ടേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതിന് ഇച്ചിരി മധുരം കുറവാണ് എന്നുള്ള കാര്യം. ഇല്ലല്ലോ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിന്റെ കയ്യിലുള്ളത് മേടിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എന്തൊരു ചളി എന്നുള്ള രീതിയിൽ നമ്മുടെ വർഷം ഇങ്ങനെ പറയുന്നുണ്ട്. കഴിച്ചിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സൂപ്പർ ആണല്ലോ എന്ന് പറയണേ. ശ്രുതി കൂടുതൽ ക്രഞ്ചി ആവാതെ മര്യാദക്കായി കഴിക്കാൻ നോക്കുമെന്ന് പറയാണ് ശ്രുതി. അതേസമയം ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ റൂമിൽ പോയിരിക്കുന്നുണ്ട്. മാമയും പുറകെ തന്നെ വിളിക്കുന്നുണ്ട്. റൂമിൽ ചെന്നിട്ട് എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചന്ദ്രയെ നീ ഇത്രയും ഗംഭീരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവറ്റങ്ങളെ കണ്ടോ, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ കൊഞ്ചി കുഴയുന്നത്. ഇപ്പൊ അടുത്തായിരുന്നു അടി ഉണ്ടാക്കിയത്, അതിനുള്ളിൽ തന്നെ അവർ 2 പേരും ഒന്നായി. അത് കണ്ടിട്ട് നീ സന്തോഷപ്പെടുകയെന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് നമ്മുടെ ഭാമ പറയാണ് കേട്ടോ. എന്താ നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത്, തണുപ്പ് കഴിച്ചിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ മകനും അതുപോലെ മരുമകളും കൂടി ചേർന്നിട്ട് ഇത്രയും അടുപ്പത്തോടു കൂടി കഴിയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്റെ ഭർത്താവിനെയാണ് ഓർമ്മ വന്നത്. അവരും എന്നെ ഇങ്ങനെയായിരുന്നു കഴിപ്പിക്കാറ്. എന്നാൽ ഭാമയുടെ ഫീലിങ്സും കാര്യങ്ങളൊന്നും ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സച്ചിയുടെയും രേവതിയുടെയും ഒത്തൊരുമ കണ്ടിട്ട് ഭാമയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.